ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരോട് ആരൊക്കെ വന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നു, അവരെ ആരെങ്കിലും തൊടുന്നു, അല്ലെങ്കിൽ നമ്മളൊന്നും കാണാത്ത ആൾക്കാരെ അവർ കാണുന്നു എന്ന് അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേക്കും ആൾക്ക് ഇതുപോലത്തെ ഓരോ പ്രോബ്ലംസ് വന്നു തുടങ്ങിയായിരുന്നു. എന്തുകൊണ്ട് അവൾ ഇങ്ങനെ പറയുന്നതെന്നൊന്നും മനസ്സിലായില്ല. അവളുടെ അടുത്ത് ആരൊക്കെ ചെവിയിൽ വന്ന് സംസാരിക്കുന്ന പോലെ അവൾക്ക് തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ കളിയാക്കുമായിരുന്നു. പിന്നെ പിന്നെ ആള് വീട്ടിലൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങനെ അവർ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞാണ് അവൾക്ക് ഷിറ്റ്സോഫീനിയ എന്ന അസുഖമുണ്ടെന്ന്. ആള് മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറെ ഇമ്പ്രൂവ്മെന്റ്സ് കണ്ടു. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ കുറെ ഓപ്ഷൻസ് തപ്പി എന്താ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഡോക്ടർ സീതയുടെ സെഷൻസിനെ പറ്റി അറിയുന്നത്. അവരുടെ സ്മൃതി മെഡിറ്റേഷൻ, അതുപോലെ അവരുടെ അന്തർമൈത്രി വർക്ക്ഷോപ്സിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞാൻ തന്നെ മുൻകൈയെടുത്ത് അവളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. സെഷൻസിന് ശേഷം ആളുടെ അൽസേഷൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ശബ്ദം കേൾക്കാറില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. കുറെ വ്യത്യാസം നമ്മൾ കണ്ടു തുടങ്ങിയായിരുന്നു. പക്ഷെ ആൾ മെഡിസിൻസിന്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻസും സെഷൻസ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. താങ്ക് യു.